തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് 3 മുന്നണികളും തയ്യാറെടുക്കുന്നതിനിടെ പി.വി. അൻവറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പി.വി. അൻവർ തന്നെ നിലപാട് എടുക്കുകയും അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 3 മുന്നണികളും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ച മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. 2021 LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. 4-ൽ 3-ലും ജയിച്ചത് UDF ആയിരുന്നു. അതാവട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റുകളും. LDF അവരുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയും നിലനിർത്തി. തൃക്കാക്കര, പുതുപ്പള്ളി, ഏറ്റവും ഒടുവിൽ പാലക്കാടും UDFനൊപ്പം തന്നെ നിന്നു. എന്നാൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFനും UDFനും ഒരുപോലെ നിർണായകമായിരിക്കും. നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും ബാക്കി നിൽക്കെയാണ് പി.വി. അൻവർ രാജിവെച്ചത്. 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടം നിലമ്പൂരിൽ പ്രാവർത്തികമായാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 14 മാസം മാത്രമേ ഉള്ളൂവെന്നതിനാൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വയ്ക്കാനും സാധ്യതയുണ്ട്. പിണറായിസം അവസാനിപ്പിക്കാൻ UDFന്റെ പിന്തുണയോടെ അൻവറും അൻവറിന് മറുപടി കൊടുക്കാൻ LDFും തയ്യാറെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം UDFന് അത്ര എളുപ്പമുള്ളതാകില്ലെന്ന് തന്നെയാണ് അൻവറിന്റെ രാജിക്ക് പിന്നാലെ വരുന്ന സൂചനകൾ. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശനോടും രാഹുൽ ഗാന്ധിയോടും ഇതുവരെ ഉന്നയിച്ച സർവ്വ ആരോപണങ്ങൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് UDFന്റെ പിന്തുണ ഉറപ്പിച്ചു അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ നൽകുമെന്ന് അറിയിച്ചു. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതയ്ക്ക് വഴിമരുന്നിടുന്നതാണ്. അൻവർ ഉയർത്തിയ വന്യജീവി പ്രശ്നങ്ങൾക്ക് മലയോര മേഖലയിൽ വലിയ ജനപിന്തുണ കൂടി ഉണ്ടെന്നിരിക്കെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിൽ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉള്ളവരുമായി ചർച്ച നടത്തി ലീഗിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയം. മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ പറഞ്ഞതെങ്കിലും ജോയിയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടാനുള്ള അൻവറിന്റെ നീക്കം ഉണ്ട് എന്നത് വ്യക്തമാണ്. KC വേണുഗോപാൽ, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ VS ജോയിക്ക് ഉണ്ടെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻഗണന. അങ്ങനെയെങ്കിൽ PV അൻവറിന്റെ പിന്തുണ ഉണ്ടാവില്ലെന്നത് UDFന് വെല്ലുവിളിയാകും.